ഷാർജയിൽ മകളെ കൊലപ്പെടുത്തി മലയാളി യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പുറത്തുവരുന്നത് കൊടിയ പീഡനത്തിൻ്റെ കഥകളാണ്. കൂട്ടമരണത്തിന് ശേഷം കൊല്ലം കേരളപുരം സ്വദേശിനി വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പും ചില ഓഡിയോ സന്ദേശങ്ങളുമാണ് ആ യുവതി അനുഭവിച്ച യാതനകളുടെ യാഥാർത്ഥ്യം. തൻ്റെ മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവ് നിതീഷും അയാളുടെ സഹോദരി നീതുവും പിതാവ് മോഹനുമാണെന്ന് വിഭജിക കുറിപ്പിൽ എഴുതി വച്ചിരുന്നു. എന്നാൽ വിഭജികയുടെ മരണശേഷം ഫോൺ കൈക്കലാക്കിയ നിതീഷും നീതുവും ചേർന്ന് പല തെളിവുകളും നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ യുവതിയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും സോഷ്യൽ മീഡിയയിലെ കുറിപ്പുകൾ ഡൗൺലോഡ് ചെയ്തതാണ് നിർണായക തെളിവ്. അതിനിടെ വിഭജിക ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെയും ബന്ധുക്കളെയും പ്രതി ചേർത്ത് കുണ്ടറ പോലീസ് കേസെടുത്തു. ആത്മഹത്യാ പ്രേരണയും സ്ത്രീധന പീഡനവും ചുമത്തിയാണ് കേസ്. വിഭജികയുടെ ഭർത്താവ് നിതീഷ് മോഹനാണ് ഒന്നാം പ്രതി. ഇയാളുടെ സഹോദരി നീതു ബെൻസി, ഇവരുടെ പിതാവ് മോഹൻ എന്നിവരാണ് 2-3 പ്രതികൾ. 3 പേരും ഷാർജയിലാണ്. സ്ത്രീധനത്തിന്റെ പേരിൽ മാനസികമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. അവര് ഒരു കാരണവശാലും വെറുതെ വിടരുത്. എന്റെ നാട്ടിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അവിടെ തക്കതായ ശിക്ഷ കൊടുക്കണേ. അതല്ലാതെ പറ്റത്തില്ല. എന്റെ മോക്ക് ശാന്തി കിട്ടണം. കാര്യം നിങ്ങൾ ആ ഫോട്ടോ ഒന്ന് നോക്ക്. ആ കുഞ്ഞിനെ ബാത്റൂമിൽ പൂട്ടിയിട്ടിരിക്കുന്നത്. അവിടുത്തെ ബാത്റൂം ഏതാന്ന് എനിക്കറിയാം. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ പൂട്ടിയിട്ടിട്ട് അവള് ദയനീയമായിട്ട് തുറന്നു വിടെന്ന് പറയുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് അതൊക്കെ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്നത്. കേട്ടോ, പറ്റത്തില്ല. അവന്റെ പീഡനം, അവന്റെ പെങ്ങളെ പീഡനം, അവന്റെ അച്ഛന്റെ പീഡനം. വിവാഹം കഴിഞ്ഞതു മുതൽ മകൾ പീഡനം അനുഭവിക്കുകയായിരുന്നുവെന്നും ഇതാണ് ആത്മഹത്യയ്ക്ക് വഴിവെച്ചതെന്നുമാണ് അമ്മയുടെ പരാതി. എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഒരിടത്ത് പോകാൻ സമ്മതിക്കത്തില്ല. അന്നേരം എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവനും ഫ്രണ്ട്സിന്റെ ഫാമിലി ആയിട്ട് പോകുന്നതിന് പെങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. എന്റെ മോളെയും കുഞ്ഞിനെയും കൊണ്ടുപോകത്തില്ല. ആ പൊടി കുഞ്ഞിനെ നോക്കത്തില്ല. അതിനെന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ല. ഒന്ന് വാഷ്റൂമിൽ പോകണം നിതീഷ്, കുഞ്ഞിനെ എന്നെടുക്കാൻ പറയും, ഇവിടെ കൊണ്ട് ഇട്. പിന്നെ അവൻ എന്ത് അധികാരത്തിലാണ് അച്ഛനെന്നും പറഞ്ഞ് ഈ കുഞ്ഞിനെ വേണോന്ന് പറയുന്നത്? വിഭജിക നേരിട്ട പീഡനങ്ങളുടെ ഡിജിറ്റൽ തെളിവുകളും ആത്മഹത്യാക്കുറിപ്പും അമ്മ പോലീസിന് കൈമാറിയിട്ടുണ്ട്. വിദേശകാര്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. വിഭജികയുടെയും മകളുടെയും മൃതദേഹം നാട്ടിലെത്തിച്ചാൽ റീപോസ്റ്റ്മോർട്ടം വേണമെന്നും അമ്മ ആവശ്യപ്പെടുന്നു. കേസ് CBIക്ക് കൈമാറണമെന്നാണ് ശൈലജയുടെ ആവശ്യം. അതേസമയം കുട്ടിയുടെ മൃതദേഹം നാട്ടിലേക്ക് അയക്കില്ലെന്നാണ് നിതീഷിന്റെ നിലപാട്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് വിഭജികയെയും മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 കൊട്ടാരക്കര.